അതിനുള്ള പ്രാക്ടീസ് ഒക്കെ എന്റെ മോൾക്കില്ലേ? അമ്മ നവീനെ എന്നെ ഒന്നിപ്പിച്ച മാത്രം മതി. പിന്നെ നവീനെ വിടാതെ ഞാൻ പിടിച്ചോളാം. ആ ഉദയേട്ടാ, എങ്ങനെയുണ്ട് മോൾ ഒരുങ്ങിട്ട്? എന്റെ പൊന്നു നിർമ്മലെ, ദോഷം പറയരുത്. ഈ ഒരുക്കുക എന്നൊക്കെ പറഞ്ഞ അവിടെ സീതാര മാഡത്തിന്റെ മോളെ ഒരുക്കുന്നത് പോയി കാണണം. ബ്യൂട്ടീഷ്യന്മാരെ കിടന്നങ്ങ് മറിയല്ലേ. ഞാൻ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളോട് ചോദിച്ചപ്പോഴേ ആ മേക്കപ്പ് ചെയ്യുന്ന പെണ്ണ് തന്നെ എത്രയോ ലക്ഷങ്ങളാണ് എന്നെ കൊടുക്കുന്നതെന്ന്. അതിന്റെ മുന്നിൽ നമ്മുടെ മോക്കെ പിടിച്ചിരിക്കാൻ പറ്റുമോ? ആ, കാശുള്ളവൻ കപ്പല് വാങ്ങിച്ച് മറിച്ചു വെക്കും, കാശില്ലാത്തവൻ കപ്പലിന്റെ വാങ്ങിച്ച് വറുത്ത് തന്നെ. അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ലേ, അതാ. ഒന്നും തന്നാലുണ്ടല്ലോ, ഒരു പഴഞ്ചൊല്ലും പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുക. ഇത്രയും നേരം ചിരിച്ചോണ്ടിരുന്ന കൊച്ച അതിന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. അല്ല, നിങ്ങളിപ്പോ സിത്താരയുടെ മോളുടെ കൂടെയാണോ അതോ സ്വന്തം മോളുടെ കൂടെയാണോ? ഞാൻ എന്റെ മോളെ കൂടെ തന്നെയാ. പക്ഷെ കണ്ട കാര്യം പറയണ്ടേ? മോളിതൊന്നും കേട്ട് പേടിക്കണ്ട. സിത്താര ശ്രീനിവാസന് സ്വന്തം മോളെ അവരുടെ രീതിക്ക് ഒരുക്കിയല്ലേ പറ്റൂ. അത് ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം. അവൾ എത്ര ഒരുങ്ങിയിട്ട് എന്താ കാര്യം? നവീൻ മോതിരിടാൻ പോന്നതേ കണ്ടില്ലേ, എന്റെ മോളുടെ ഈ വിരലിലേക്കാ. അത് ഞാനോ ഉദയേട്ടനോ തീരുമാനിച്ചൊന്നും അല്ലല്ലോ, സിത്താര മേഡം തീരുമാനിച്ചതല്ലേ. പിന്നെ നമുക്ക് എന്ത് പേടിക്കാനാ? മോളെ, അച്ഛൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതാ. പക്ഷെ അവളുടെ കൃത്രിമ സൗന്ദര്യം അല്ല എന്റെ മോൾക്ക്. അമ്മ വെറുതെ തൊട്ടും തലയോടെയൊക്കെ നിന്നെങ്കിലും ഹാളിലോട്ട് കേറുമ്പോ മോള് കാത്തി ജ്വലിച്ചു നിൽക്കും. അതെ, നിങ്ങക്ക് നിങ്ങളുടെ മോളെ നന്നായിട്ട് കാണുകയും കണ്ടോ. കുറച്ചുനേരം കഴിയുമ്പോഴേ അവള് കോടീശ്വരിയാവാൻ പോവാ. കോടീശ്വരി. അതെങ്ങനെ? അല്ല, നവീന്റെ ഭാര്യയായ പിന്നെ ഇവള് ആരാ ഉദയേട്ടാ? നമ്മളെ രണ്ടുപേരും ഇവള് സ്വർണ്ണരഥത്തിൽ കൊണ്ട് നടക്കില്ലേ, അല്ലേ മോള്? ഞാൻ ആഗ്രഹിച്ച് നടന്നു കഴിഞ്ഞാ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും അങ്ങനെയല്ലേ നോക്കുള്ളൂ അമ്മേ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളല്ലേ. അതൊന്നും പറയണ്ട. നവീൻ ഞങ്ങളെക്കാട്ടിലും പ്രിയപ്പെട്ടതല്ലേ നിനക്ക്? കണ്ടോ കളിയുടെ ചിരിയുണ്ടോ? ഓ എന്റെ ദൈവമേ, ഒരു തട്ടുകേടും ഇല്ലാതെ ഇതങ്ങ് നടന്നാ മതിയായിരുന്നു. സിത്താരെ, ഞങ്ങളുടെ കുറച്ച് ബന്ധുക്കൾ ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു ഇന്നത്തെ ഫംഗ്ഷന്റെ കാര്യം. കുടുംബാംഗങ്ങൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂന്നാ ഞാൻ മറുപടി പറഞ്ഞത്. ഓ ഐ എം സോറി, അവരെയൊക്കെ കണ്ടിട്ടാണോ? അവരെല്ലാരുവേ കേരളത്തിലെ ടോപ്പ് ബിസിനസ്മെൻ ആണ്. നവീനും അവരെ നന്നായിട്ട് അറിയാലോ. പിന്നെ പൊതുവെ ഞങ്ങൾ ഈ ബിസിനസ്സുകാർക്കെല്ലാം ഒരു ശീലമുണ്ട്. എന്ത് ഫംഗ്ഷൻ ആയാലും അത് ബിസിനസിനും കൂടി ഉപയോഗിക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യും. ശീലമായി പോയി. അറിയാം, നവീനും പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട്. പിന്നെ ഞങ്ങള് പഴഞ്ചൻ ചിന്താഗതിക്കാർക്ക് ഇതത്ര പിടിച്ചെന്ന് വരില്ല. ഗാഥമോൾ ഇവിടെ സിത്താരെ. അവള് റൂമിലിട്ട്. സുമിത്ര അങ്ങോട്ട് പോകുന്നുണ്ടോ? വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. എന്താ മാം, ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നവീന്റെ വധുവായിട്ട് മാം കീർത്തിയെ പ്രഖ്യാപിച്ച അത് ഗാഥാ മാഡത്തിന് പ്രശ്നവും. ഇവരുടെ പ്രതികരണവും മോശാവില്ലേ? തൽക്കാലം എന്റെ മുന്നിൽ വേറെ വഴികളൊന്നും ഇല്ല സിനി. ഗാഥമോളോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയോളാം. സർപ്പശാപമുള്ള വീട്ടിലേക്ക് കീർത്തി ആദ്യം നവീൻ വിവാഹം കഴിക്കുന്നതാണ് നല്ലതെന്ന് ഗാഥയോട് ഞാൻ പറഞ്ഞോളാം. ശാപം തീർന്നതിന് ശേഷം നവീനെ വിവാഹം കഴിച്ചോളാം പറഞ്ഞാൽ അവൾ സമ്മതിക്കും. അമ്മ, സമയാകുമ്പോ സിത്താര മേഡം കാല് മാറൂ. അവര് കാല് മാറിയാ എന്റെ സ്വഭാവം മാറും. പിന്നെ ഈ ഫംഗ്ഷൻ എനിക്ക് ചവിട്ടിത്തേക്കാൻ മാത്രമാവും. നവീന്റെയും ഗാഥയുടെയും വിവാഹം നടക്കില്ല. നടക്കാൻ പോകുന്നത് നിന്റെയും നവീന്റെയും വിവാഹമാണ്.
ഉണ്ണിമായേ തങ്ക എവിടെ? അമ്മ അകത്ത്. ഞാനിവിടെ ഉണ്ട്. ഗോപാലൻ പോയപ്പം പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തങ്കയുടെ വിശേഷങ്ങളൊക്കെ അറിയണമെന്ന്. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അതെന്താ തങ്കേ അങ്ങനെ മുഖം മുറിച്ചൊരു വർത്താനം? നമ്മൾ തമ്മിൽ അതിന്റെ ഒരു ആവശ്യമുണ്ടോ? ആ, വയ്യാത്തോണ്ടായിരിക്കും അല്ലേ? ആ, അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു. ഗോപാലമാമൻ അവിടെ എത്തിയിട്ട് വിളിച്ചായിരുന്നോ ഗീതേച്ചി? പിന്നെ അവിടെ ചെന്ന് വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ട് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് എന്നെ വിളിക്കലാ. നിത്യേന രാവിലെ ഒരു തവണ വിളിക്കും, പിന്നെ അവന് നേരം കിട്ടൂലെന്നേ. പറക്കല്ലേ. ഉള്ളത് പറയാലോ, ഞാനും അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാൻ പോവില്ല. വെളുത്തുള്ളി ഇരിപ്പുണ്ടോ ഉണ്ണിമായ? ആ ഉണ്ട്. എന്നാ ഇത്തിരി തരുവാ. ഗോപാലം വന്നപ്പോഴേ പേരെ നിറച്ച് സാധനങ്ങളായിരുന്നു. ഇപ്പൊ നോക്കിയപ്പം വെളുത്തുള്ളി തീർന്നു. അതിനെന്താ, ചേച്ചി വാ. വാ. തങ്കച്ചി, അളിയൻ എന്തോ ഒരു കാര്യം ചോദിച്ചിട്ട് തങ്കച്ചി മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്ത് കാര്യം? അതെ, ഞാനൊരു കാര്യം പറയാം. അളിയൻ സത്യത്തിൽ കൃഷ്ണമോൾക്ക് എന്തോ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാ ശ്രമിക്കുന്നത്. സത്യത്തിൽ അതിനു വേണ്ടിയിട്ടാ ആ ഫോട്ടോ തങ്കേച്ചി കാണിച്ചതും ചോദിച്ചതും. ഉള്ളതുള്ളതുപോലെ തങ്കേച്ചി പറയാമെങ്കിലേ ഞാനത് അതുപോലെ പറയാം.